ഹലോ, മൈസെൽഫ് ഫാബി. എൻ്റെ ഹോം ടൗൺ എന്ന് പറഞ്ഞ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കിഴക്കമ്പലം അടുത്തൊരു സ്ഥലത്താണ്. പിന്നെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2011 പാസ് ഔട്ടാണ്. മാറത്തനീഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്താണ് പഠിച്ചത്. പിന്നെ എംടെക്കിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഹൈദരാബാദ് IIT ഹൈദരാബാദിലായിരുന്നു. 2013 പാസ് ഔട്ടാണ്. സ്പെഷ്യലൈസ് ചെയ്ത സ്ട്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, എൻ്റെ പ്രിപ്പറേഷൻസിനെ പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ കുറച്ചും കൂടി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയാനുണ്ട്. ഞാൻ 2013 എംടെക് കഴിഞ്ഞു. പിന്നീട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 എഞ്ചിനീയറിംഗ് കോളേജസിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ആൻഡ് 2014 ഐ ഗോട്ട് മാരിഡ്. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ പിന്നെ എനിക്കങ്ങനെ ഐ ലെഫ്റ്റ് മൈ ജോബ് ആൻഡ് ഇതോടെ ഞാൻ ഗവൺമെൻറ് സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ദാറ്റ്സ് വെൻ ഐ സ്റ്റാർട്ടഡ് മൈ പ്രിപ്പറേഷൻ. ഞാൻ 2015 ഒരു മാസീവ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, PWD LSTD. പക്ഷെ അതെനിക്ക് മെയിൻ ലിസ്റ്റിൽ കയറാൻ പറ്റിയില്ല. കാരണം എൻ്റെ പ്രിപ്പറേഷൻസ് അത്ര കുട്ടി ഉണ്ടായ ഉടനെ ആയിരുന്നു ഈ എക്സാം നടന്നത്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി. പിന്നെ പിന്നീട് കുറേ എക്സാംസ് വന്നു. പക്ഷേ ആ ഒരു മാസീവ് റിക്രൂട്ട്മെൻറ്റ് ഞാൻ മിസ് ചെയ്ത്, LSGDയുടെയൊക്കെ ആ മാസീവ് റിക്രൂട്ട്മെൻറ്റ് മിസ് ചെയ്തതുകൊണ്ട് പിന്നീട് വരുന്ന ലിസ്റ്റുകളിലൊന്നും അധികം മെയിൻ ലിസ്റ്റിൽ അധികം ആളുകൾ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ KSHB KSRTC അതിൻ്റെ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു ഞാൻ. പക്ഷേ എന്നാലും ഈവൺ ഇഫ് ലിസ്റ്റിൽ ഇപ്പോൾ ഒരു 100 പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിൽ ഒരു 30-40 പേർക്കൊക്കെയാണ് അഡ്വൈസ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിസ്റ്റിലുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് എനിക്ക് അഡ്വൈസ് വന്നില്ല. പിന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സോയിൽ കൺസർവേഷൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ ലെക്ചറർ പോളിടെക്നിക്കും അസിസ്റ്റൻറ്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് കോളേജസൊക്കെ 2-3 മാർക്കിന് മിസ് ഔട്ട് ചെയ്തു മെയിൻ ലിസ്റ്റ്. പിന്നെ ഫൈനലി വന്നത് ഹാർബറിൻ്റെ ലിസ്റ്റിലാണ്. അതിൻ്റെ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് ചോമ്പാലയിൽ വർക്ക് ചെയ്യാണ്. അഡ്വൈസ് വന്നു, എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനീഷ്യലി എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചാൽ, ഇനീഷ്യലി ഞാൻ 2015 ആ ഒരു ടൈമിലാണ് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാനെങ്ങും കോച്ചിങ്ങിനൊന്നും പോയിട്ടുണ്ടായില്ല. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ എനിക്കൊരു പ്രോപ്പർ ഗൈഡൻസ് തരാനും ആരും ഉണ്ടായില്ല. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ബിടെക്കിന് പഠിച്ച എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അന്ന് ഇത്രയും യൂട്യൂബിലൊന്നും അധികം പ്ലാറ്റ്ഫോംസ് അവൈലബിൾ അല്ലായിരുന്നു നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോംസ്. ഇതേപോലെ ക്വസ്റ്റ്യൻ ബാങ്ക്സും ഇങ്ങനെ നല്ല നല്ല ചാനൽസൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒരിക്കലും പഠിക്കരുത്. കാരണം എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്സ് എല്ലാം വളരെ ഹെവിയാണ്. നമ്മളത് നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും നല്ലത് ക്വസ്റ്റ്യൻ ബാങ്ക്സ് വാങ്ങിക്കുക. അതിൽ ഏറ്റവും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മിക്ക എക്സാംസിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക്സ് നോക്കുക. അപ്പോൾ റിപ്പീറ്റഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് പോർഷൻസിലാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ ടോപ്പിക്സൊക്കെ നമ്മൾ തറവായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ എക്സാംസ് എന്ന് വെച്ചാൽ കുറേ ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നത്. ഇനീഷ്യലി വളരെ എളുപ്പമുള്ള പേപ്പേഴ്സായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല പോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ നല്ലപോലെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ അതൊക്കെ കണക്കാക്കി പഠിക്കണം. പിന്നെ നമ്മൾ ചിലപ്പോൾ തീരെ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു റിഫോം ഉണ്ടായിരുന്നു, 80 ക്വസ്റ്റ്യൻ ടെക്നിക്കലും പിന്നെ ബാക്കി 20 ക്വസ്റ്റ്യൻസ് നോൺ ടെക്നിക്കലുമായിട്ട് വരുന്നത്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാർബറിൻ്റെ എക്സാം എഴുതിയപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ കേരള PSC ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ടാണ് പോയത്. പക്ഷേ ഹാർബറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ പ്രീവിയസ് ഇയർ 80 സിവിൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസിന് 80 ക്വസ്റ്റ്യൻസും വന്നത് പ്രീവിയസ് ഇയർ എഞ്ചിനീയറിംഗ് സർവീസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടി കട്ടി കൂടിയ എക്സാമായി. അതിനനുസരിച്ച് ഇപ്പോൾ എക്സാമിന് കട്ടി കൂടുമ്പോൾ ഡെഫിനറ്റായിട്ടും കട്ട് ഓഫ് കുറയും. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു അൺസർട്ടനിറ്റിയും കൺസിഡർ ചെയ്ത് വേണം പഠിക്കാൻ വേണ്ടി. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസാണ്, പണ്ടത്തെ പേപ്പേഴ്സ് പോലെയല്ല. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. നല്ലപോലെ പ്രോബ്ലംസും വരുന്നുണ്ട്. സോ അതും കൂടി കൺസിഡർ ചെയ്ത് പഠിക്കണം.
പിന്നെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ നോക്കുക, മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യുക. ഓക്കെ. സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ കേരള PSC എക്സാമുകളായ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ ഗ്രേഡ് 1, ഓവർസിയർ ഗ്രേഡ് 2, SSC JE എന്നീ പോസ്റ്റുകൾക്കും മറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് എക്സാമുകൾക്കും ഞങ്ങൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുള്ളി ആനിമേറ്റഡ് വീഡിയോ ലെക്ചർ സീരീസ്, മേ ബി ദ ഫസ്റ്റ് കൈൻഡ് ഇൻ ഇന്ത്യ. അതായത് ഓരോ കൺസെപ്റ്റ്സും നമ്മൾ ആനിമേഷൻസ് വെച്ചാണ് പഠിപ്പിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഗുണം സ്റ്റുഡൻസിന് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓൺ ഫീൽഡ് എങ്ങനെയാണ് ഇതൊക്കെ പ്രാക്ടിക്കലി ചെയ്യുന്നതെന്നും സ്റ്റുഡൻസിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണ് താമസിച്ചിരുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ യൂഷ്വലി പഠിച്ചുകൊണ്ടിരുന്നത് ഏർലി മോർണിംഗ് ടൈമാണ്. അറൗണ്ട് 3-4 എഴുന്നേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു എക്സാംസിന്. അപ്പോൾ ഒരു 2-3 മണിക്കൂർ ഡെയിലി കിട്ടും. അപ്പം അങ്ങനെ പഠിച്ചു. പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങുന്ന ഫ്രീ ടൈമിലൊക്കെ മാക്സിമം പഠിക്കാൻ ശ്രമിച്ചു. മെസ്സേജ് ടു സ്റ്റുഡൻസ്, ഇനി വരാൻ പോകുന്ന LSGD റിക്രൂട്ട്മെൻറ്റ് നല്ലൊരു മാസീവ് ഡ്രൈവ് ആയിരിക്കും. സോ ആ ലിസ്റ്റിൽ എങ്ങനെയും കയറിപ്പറ്റാൻ നോക്കുക. കാരണം ഈ ഒരു മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 4-5 വർഷം കഴിയും ഇങ്ങനൊരു റിക്രൂട്ട്മെൻറ്റ് വരാൻ. സോ അങ്ങനെയാണ് യൂഷ്വലി നടക്കാറ്. അപ്പോൾ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. എന്തായാലും ഇപ്പം നന്നായിട്ട് പഠിക്കുക. And പിന്നെ even if you don't get it, this is not the end of life. Keep preparing and one day you'll be able to crack it. Because ഞാൻ ഇനീഷ്യലി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെ ഡെസ്പായിരുന്നു. കാരണം കുറേ നാളത്തേക്കൊന്നും കിട്ടുന്നുണ്ടായില്ല. പിന്നെ ഒരു ഞാൻ മിസ് ചെയ്ത LSGD PWD റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു മാസീവ് റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ നടന്നിട്ടില്ല. അപ്പോൾ അത് മിസ്സായതുകൊണ്ട് എനിക്ക് പിന്നെ ജോലി കിട്ടാൻ ഒരുപാട് വർഷം എടുത്തു. സോ അപ്പോൾ ഈ ഒരു വരുന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആയിരിക്കും. കാരണം ഇത് മിസ് ഔട്ട് ചെയ്താൽ പിന്നെ വരുന്ന റിക്രൂട്ട്മെൻറ്റ്, ഇനിയും വരുന്ന PWD LSGD ഒക്കെ റിക്രൂട്ട്മെൻറ്റ് കുറച്ചും കൂടി വൈകും. ഒരു നോർമലി ഒരു 3-4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത റിക്രൂട്ട്മെൻറ്റ് വരിക. അപ്പോൾ സ്റ്റഡി വെൽ. ഓക്കെ. Feeling when you got advice. Okay, I'd like to borrow a line from Will Smith movie Pursuit of Happiness. This part of my life, this little part is called happiness. This part of my life, this little part is called happiness. സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ കേരള PSC എക്സാമുകളായ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ ഗ്രേഡ് 1, ഓവർസിയർ ഗ്രേഡ് 2, SSC JE എന്നീ പോസ്റ്റുകൾക്കും മറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് എക്സാമുകൾക്കും ഞങ്ങൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുള്ളി ആനിമേറ്റഡ് വീഡിയോ ലെക്ചർ സീരീസ്, മേ ബി ദ ഫസ്റ്റ് കൈൻഡ് ഇൻ ഇന്ത്യ. അതായത് ഓരോ കൺസെപ്റ്റ്സും നമ്മൾ ആനിമേഷൻസ് വെച്ചാണ് പഠിപ്പിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഗുണം സ്റ്റുഡൻസിന് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓൺ ഫീൽഡ് എങ്ങനെയാണ് ഇതൊക്കെ പ്രാക്ടിക്കലി ചെയ്യുന്നതെന്നും സ്റ്റുഡൻസിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും.